ഇന്നലെ പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരിയിൽ നിന്നും പുറത്തു വന്നത് ഹൃദയം നുറുങ്ങുന്ന ഒരു വാർത്തയാണ്. ഒരു യുവതിയും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള അവരുടെ കുഞ്ഞും അതിദാരുണമായി മരണപ്പെട്ടു എന്ന വാർത്ത അങ്ങേയറ്റം സങ്കടകരം തന്നെയാണ്. കുടുംബം പോറ്റാൻ വേണ്ടി ജോലി തേടി കുടുംബത്തോടെ നമ്മുടെ നാട്ടിലേക്കെത്തിയ അന്യസംസ്ഥാന തൊഴിലാളികൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള തത്രപ്പാടിൽ അവർ തന്നാലാവുന്ന എല്ലാ പണികളും ചെയ്യുന്നു. അതിനിടയിലാണ് ഒരു നിമിഷം കൊണ്ട് ബംഗാൾ സ്വദേശി ബസുദേവിന് ഭാര്യയെയും കുഞ്ഞിനെയും നഷ്ടമായിരിക്കുന്നത്. ചെർപ്പുളശ്ശേരിക്ക് സമീപം വെള്ളിനേഴിലെ നെല്ലിപ്പറ്റക്കുന്ന പശുവളർത്തൽ കേന്ദ്രത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ബസുദേവും കുടുംബവും. പ്രദേശവാസി തന്നെയായ രതീഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഫാം. ഇന്നലെ രാവിലെ പശുക്കളെ കറന്നതിന് ശേഷം രതീഷും ബസുദേവും കൂടി രതീഷിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു സ്ഥലത്തേക്ക് പോയതായിരുന്നു. ഉച്ചയോടുകൂടി അവർ തിരിച്ചെത്തിയപ്പോഴാണ് ആ ദാരുണമായ സംഭവം കാണുന്നത്. ഫാമിന് സമീപത്ത് തന്നെയുള്ള ജലസംഭരണി തകർന്നു വീണതായാണ് ആദ്യം കാണുന്നത്. അതിനടിയിലായി 2 പേരെയും മരിച്ചു കിടക്കുന്ന നിലയിലും കണ്ടു. തകർന്നു വീണ കല്ലുകൾക്കിടയിലായി അമ്മയും 1.5 വയസ്സുള്ള കുഞ്ഞ് തൊട്ടപ്പുറത്തായി തെറിച്ചു വീണ നിലയിലുമായിരുന്നു കിടന്നിരുന്നത്. തുടർന്ന് കല്ലുകളെല്ലാം മാറ്റി 2 പേരെയും പുറത്തെടുത്തുവെങ്കിലും ജീവനുണ്ടായിരുന്നില്ല. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 2 പേരുടെയും ജീവൻ നഷ്ടമായിരുന്നു. യുവതിയും കുഞ്ഞും പശുക്കൾക്ക് പുല്ലരിഞ്ഞ ശേഷം ജലസംഭരണിക്ക് സമീപത്തുള്ള ടാപ്പിൽ നിന്നും കൈ കഴുകുമ്പോൾ സംഭരണി തകർന്നു വീഴുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയാണ് ഷൈമിലിയുടെയും കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ പുറത്തെടുത്ത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെട്ടുകല്ലിൽ തീർത്ത നല്ല ഉറപ്പോടുകൂടിയ വാട്ടർ ടാങ്കായിരുന്നു ഇതെന്നാണ് നാട്ടുകാരും പറയുന്നത്. ഇത് എങ്ങനെ ഇത്തരത്തിൽ തകർന്നു വീണു എന്നുള്ളത് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ്. ജലസംഭരണിക്ക് ഏകദേശം 6 മാസത്തോളം മാത്രമാണ് പഴക്കമുള്ളത്. സംഭരണിയിൽ മുഴുവനായി വെള്ളമുണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. എന്തായാലും ഈ ദാരുണ സംഭവം ഒരു നാടിനെ തന്നെ നൊമ്പരത്തിലാഴ്ത്തിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.